കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ക്ഷേത്രം. സ്വാമി തിരുമൂലപ്പാടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കോഴിക്കോട് നഗരത്തിന്റെ സ്ഥാപനവും സമൃദ്ധിയും ഈ പുരാതന ക്ഷേത്രത്തിന്റെ പവിത്രതയുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ശ്രീ പരശുരാമൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലെ ലിംഗം സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിലെ ആസനം ഉമാമഹേശ്വരന്റേതാണ്. പുരാതനകാലം മുതൽ ഈ ദിവ്യശക്തി നിലനിന്നിരുന്നുവെങ്കിലും കോഴിക്കോട് പൗരന്മാരുടെ ശ്രദ്ധ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ക്ഷേത്രത്തിലെത്തിയത്. പിന്നീട് സൈലഭേശ്വര എന്ന ബഹുമതിയുള്ള സ്ഥാനപ്പേരുള്ള കോഴിക്കോട് സാമൂതിരിയുടെ സമൂതിരി എന്നും അറിയപ്പെടുന്നു ഭരണകാലത്താണ് ക്ഷേത്രം അതിന്റെ ഉന്നതിയിലെത്തിയത്. 14-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം ഇന്നത്തെ അവസ്ഥയിലേക്ക് നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ കോഴിക്കോട് ആക്രമിച്ചപ്പോൾ ക്ഷേത്രത്തിനേതാണ്ട് കേടുപാടുകൾ സംഭവിച്ചു. വീണ്ടും 1964-ൽ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഈ ക്ഷേത്രത്തിൽ രേവതി പട്ടത്താനം ചടങ്ങാരംഭിച്ചു. പ്രമുഖ വ്യക്തികളും തത്വചിന്തകരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഭരതമീമാംസം, പ്രഭാകരമീമാംസം, വേദാന്തമീമാംസം, വ്യാകരണം എന്നിവ ചടങ്ങുകളിൽ ചർച്ച ചെയ്യപ്പെട്ടു. 15-16 നൂറ്റാണ്ടുകളിൽ 18 കവികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോഴും ഈ ചടങ്ങ് നടക്കുന്നുണ്ട്. നഗരം നിർമ്മിക്കുന്നതിനു മുമ്പുതന്നെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു.